ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചൊരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ സ്പെഷ്യലാക്കി ഉണ്ടാക്കുന്ന ചിക്കൻ അട. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചിക്കൻ നമ്മൾ ബോൺലെസ് ആക്കിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി അമ്മ പറഞ്ഞു. ഇടിയപ്പത്തിനൊക്കെ ഉള്ള അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2 ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി 1 സ്പൂണ്, പച്ചമുളക് 2 എണ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും വെച്ചിട്ടുണ്ട്, സവാള 2 എണ്ണം, തക്കാളി 1 മുറി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരമസാല, ഉപ്പ്. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അടയ്ക്കുള്ള മാവ് ശരിയാക്കാം. ഉപ്പിട്ട് കൊടുക്കുക. തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ച് അത് അടയുടെ ഭാഗത്തിന് കുഴച്ചെടുക്കണം. ഇച്ചിരി മെനക്കേട് പിടിച്ച പരിപാടിയാണ്. കൈ എടുത്തിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ തൈ കൊണ്ട് തന്നെ വേണം ചെയ്യാൻ വേണ്ടി കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നനച്ച് കൊടുക്കാം. നമ്മൾ കണ്ടമാനം വെള്ളം ഒഴിക്കരുത്. അടയ്ക്ക് പാകമാകുന്ന രീതി നമുക്ക് ഇല പരത്തി എടുക്കേണ്ടതാണിത്. അപ്പോൾ അതിൻ്റെ രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളിതുപോലെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ റെഡി ആയിട്ടിരിക്കട്ടെ. നമുക്ക് അടയ്ക്കകത്ത് വെക്കാനുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രം വെച്ചു. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് വഴറ്റിയെടുക്കാൻ. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ്. നമ്മളൊരു 1.5 സ്പൂൺ, ചെറിയ സ്പൂണാണ് കേട്ടോ. നല്ല നാടൻ രുചികളിനകത്ത് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാകും കേട്ടോ. സവാള ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞതാണ് 2 സവാള കേട്ടോ. കുറേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഊതി 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 എൻ്റെ നിർബന്ധപ്രകാരമാണ് ഈ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയത്. സവാള വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മുടെ പച്ചമുളകും സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ അരമുറി തന്നെ എടുത്തിട്ടില്ല കേട്ടോ. നമുക്കൊന്ന് മൂടിക്കൊടുക്കാം. മൂടിയെടുത്ത് നോക്കിയാലോ. തക്കാളിക്ക് ഒന്ന് വെന്ത് കിട്ടാനാണ്, പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് മൂടിക്കൊടുത്തത്. ആയോ? ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. അത് ഞാൻ ഉപ്പ് ചേർത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ശകലം ഉപ്പിട്ട് കൊടുത്തു. ഇടയ്ക്കൊക്കെ ഞങ്ങൾ രുചിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഒന്നും ചിലപ്പോൾ വിഷ്വലിനകത്ത് കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ. അപ്പം മഞ്ഞപ്പൊടി ഇട്ടു. അര സ്പൂൺ പിരിയമുളക് പൊടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഗരം മസാല 1 സ്പൂൺ. അപ്പം ഗരം മസാലയും കൂടെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഈ മസാല ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നവിടം വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പൊടിയായിട്ടൊക്കെ ഒന്ന് പച്ചമണം മാറട്ടെ. നമുക്ക് പച്ചമണം മാറുന്നവിടം വരെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ സൗണ്ട് ഇച്ചിരി അടഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ബെസ്റ്റാണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. 1.5 സ്പൂണ് കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. വേവിച്ച് അടത്തി വെച്ചിരുന്നതാണ്. അത് കുരുമുളകും ഉപ്പും നമ്മൾ ഇട്ടാണ് ഇത് വേവിച്ച് വെച്ചത്. ഇട്ട് കൊടുത്തേക്കാം. ഇനി വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാവും. മല്ലിയിലയും കൂടെ ഇട്ടു. ഇനി ഒന്നും അത് ചൂടായി വരുന്ന വഴിക്ക് നമുക്കിത് വാങ്ങിയെടുക്കാം.
അപ്പം നമുക്ക് അടയ്ക്കകത്ത് വെക്കാനുള്ള മസാല ശരിയായിട്ടുണ്ട്. നമുക്കിനിയിപ്പം വാങ്ങി വെക്കാം. ഇനി ബാക്കി കാര്യങ്ങളല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ മസാല. ഇനിയിപ്പോൾ എന്ത് നമ്മൾ അടയ്ക്കകത്തോട്ട് ഫില്ല് ചെയ്യണം. അപ്പം നമ്മൾ അട പരത്തി കൊടുക്കുന്ന പോലെ ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കണം. കനം കുറച്ച് നമ്മൾ പരത്തി കൊടുക്കണം. എന്നെ ചിരിച്ചേ. ഇപ്പം നമുക്ക് മടക്കി കൊടുക്കാം. നമ്മൾ ശർക്കര അടയൊക്കെ ഉണ്ടാകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മസാല ശർക്കരയ്ക്ക് പകരം ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് അട പോലെ മടക്കി അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം ഇത് കേട്ടപ്പോൾ ഒന്ന് നെറ്റി ചുളിച്ചായിരുന്നു, പക്ഷെ അമ്മ ഇതൊന്നും ഉണ്ടാക്കി തന്നായിരുന്നു ആദ്യമേ. അപ്പം കിടുവായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ചിട്ട് നമുക്ക് മൂടാം. ഓക്കെ, നമ്മൾ മൂടി കൊടുത്തു. കുറച്ച് നേരം വെന്ത് കഴിയുമ്പോഴത്തേക്ക്, ഒത്തിരി ഇനി വേവാനൊന്നുമില്ല, അടയുടെ ആ ഒരു വേവില്ലേ, ആ വേവ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാം. എൻ്റെ മോനെ, മണം തന്നെ വന്നപ്പോൾ സൂപ്പർ. നമ്മുടെ അട വെന്തിട്ടുണ്ട്. അപ്പം നമ്മളത് ചിക്കൻ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ തന്നെ പറഞ്ഞോ. അപ്പം നമ്മുടെ ചിക്കൻ അട റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നല്ല രീതിയിൽ ഇറച്ചിയൊക്കെ ഇരിപ്പുണ്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണം, നല്ല രുചിയായിരിക്കും. അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു, നമ്മൾ ചുമ്മാ പറയുന്നൊന്നുമല്ല കേട്ടോ, ഈ നമ്മൾ ഉണ്ടാക്കി നോക്കി നന്നാക്കി മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കാണിക്കത്തുള്ളൂ. ആദ്യമേ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അത്ര ബോധിച്ചില്ലായിരുന്നു, പക്ഷേ ഇത് അമ്മ ഉണ്ടാക്കി തന്ന് ആദ്യമേ തന്നെ കഴിച്ചപ്പോൾ ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലായതാണ്. അപ്പം കിടു സാധനമാണ്. നിങ്ങളെല്ലാവരും ഈ ചിക്കൻ അട ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ നല്ല നാടൻ രുചിക്കകത്താണെങ്കിലും നമ്മുടെ റൂട്ട് കഫേക്കകത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ കമൻറ്റായി തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ നല്ല യാത്രകളും രുചികളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഓടിയെത്താം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.